ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം ശ്ലോകം 5. ഗജാനന പത്മാർക്കം ഗജാനനമഹർം നിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദി ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. താദേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിതചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതപരാക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു 5 വയസ്സേ ഉള്ളുവെങ്കിലും അഭിമാനിയായിട്ടുള്ള ആ ധ്രുവൻ അമ്മയുടെ വാക്കുകൾ കേട്ട് മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ച് ഇവിടെ സുഖസമൃദ്ധമായിട്ടുള്ള ആ നഗരം, ആ രാജധാനി കൊട്ടാരം എല്ലാം വിട്ട് പോയി. അവൻ കാട്ടിലേക്ക് നടന്നു പോകുന്നത് നാരദൻ കണ്ടു. നാരദൻ അവനോട് പലതും പറഞ്ഞ് അനുനയിപ്പിക്കാൻ നോക്കി, എങ്കിലും അവൻ ആ ഉറച്ച തീരുമാനത്തിൽ നിന്നും മാറിയില്ല. അവന് വേണ്ട മന്ത്രോപദേശം കൊടുത്ത് നേർവഴി കാട്ടിക്കൊടുത്തു. ധ്രുവൻ മധുവനത്തിന്റെ ഉള്ളിൽ ചെന്ന് ഭഗവാനെ തപസ്സു ചെയ്യാൻ തുടങ്ങി. ധ്രുവൻ കൊട്ടാരം വിട്ടു പോയി കഴിഞ്ഞപ്പോഴേ രാജാവിന് വല്ലാത്ത വിഷമം തോന്നി. സുരുചി അധിക്ഷേപ വാക്കുകളൊക്കെ പറഞ്ഞ് ധ്രുവനെ വേദനിപ്പിച്ചപ്പോഴൊന്നും രാജാവ് ഒന്നും മിണ്ടിയില്ല. പക്ഷേ ധ്രുവൻ പോയി കഴിഞ്ഞപ്പോൾ രാജാവിന് വിഷമമായി. വിഷണ്ണ ഹൃദയേ താതേ. ധ്രുവൻ ആ പട്ടണം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ താതേ അച്ഛന് വിഷണ്ണ ഹൃദയ ഉള്ളില് സങ്കടമായി, വിഷാദമുണ്ടായി. അങ്ങനെയുള്ള ആ അച്ഛനെ, സങ്കടപ്പെട്ടിരിക്കുന്ന ആ അച്ഛനെ അപ്പോഴേക്കും നഗരത്തിലേക്ക് ഗതേന എത്തിച്ചേർന്ന ശ്രീനാരദേന, ഇവിടെ ശ്രീനാരദ മഹർഷിയാൽ അപ്പോഴേക്കും കൊട്ടാരത്തിലേക്ക് നാരദ മഹർഷി എത്തിച്ചേർന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന ആ വിഷണ്ണ ഹൃദയെ താതെ, സങ്കടപ്പെട്ടിരിക്കുന്ന ആ അച്ഛനെ, ആ രാജാവിനെ നാരദ മഹർഷി പരിസാന്വിത ചിത്തവൃത്തവും തക്കതായിട്ടുള്ള ആശ്വാസവാക്കുകളാൽ, സാന്ത്വന വചനങ്ങളാൽ, വാക്കുകളാൽ തികച്ചും ചിത്തവൃത്തം, ഇവിടെ തികച്ചും മനസമാധാനമുള്ളവനാക്കി തീർത്തു. അപ്പൊ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞ് രാജാവിൻ്റെ ആ സങ്കടം തീർത്തു നാരദൻ. ബാല, ഇവിടെ ധ്രുവനോ ത്വത് അർപ്പിതമന, ത്വത് അങ്ങയിൽ തന്നെ അർപ്പിതമന, മനസ്സിനെ അർപ്പിച്ചവനായും കൊണ്ട് ധ്രുവൻ ഇവിടെ കാട്ടില് തപസ് ആരംഭിച്ചു. ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ക്രമവർദ്ധിതേന, ക്രമമായിട്ട് വർദ്ധിപ്പിച്ച്, അതായത് പടിപടിയായി ആ തപസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നു, അതിൻ്റെ കാഠിന്യം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. കഠോര തപസ്സ, കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ട് പടിപടിയായിട്ട് ആ തപസ്സിനെ, അതിൻ്റെ കാഠിന്യം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് തപസ് അനുഷ്ഠിച്ചുകൊണ്ട് പഞ്ചമാസാൻ, 5 മാസങ്ങളെ നിന്നെ കില നയിച്ചുവല്ലോ.
ഇവിടെ ധ്രുവൻ രാജധാനി വിട്ടുപോയപ്പോൾ ഉത്താനപാദന് വല്ലാത്ത സങ്കടായി. ആ സമയത്ത് നാരദൻ അവിടെ എത്തി രാജാവിനെ സമാധാനിപ്പിച്ചു. ധ്രുവനാണെങ്കിൽ ആ സമയത്ത് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് കാട്ടില് തൻ്റെ തപസ് ആരംഭിച്ചു. ക്രമത്തില് തപസ്സിന് കാഠിന്യം കൂട്ടി കൊണ്ടുവന്നു. തപസ് അനുഷ്ഠിച്ചു തുടങ്ങിയ സമയത്ത് പഴവർഗ്ഗങ്ങളോ അതുപോലെ കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ, അതുപോലെ വെള്ളം, ഇത് അരുവിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം, അതൊക്കെ കുടിച്ചുകൊണ്ടാണ് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. പിന്നെ അതിൻ്റെ കാഠിന്യം കൂട്ടി കൊണ്ടുവന്നു. പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കാതായി. ഉണങ്ങിയ ഇലകൾ ഭക്ഷിക്കുക, പിന്നീട് അത് വെള്ളം കുടിക്കുക എന്ന പരിപാടി ഇല്ലാതായി. അത് കഴിഞ്ഞ് തപസ്സിൻ്റെ കാഠിന്യം കൂടി വരുമ്പോൾ ശ്വാസം വരെ എടുക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ കഠിനത കൂട്ടി കൊണ്ടുവരാണ്. അങ്ങനെ 5 മാസം അങ്ങനെ കടന്നുപോയി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.